മലയാളികളായതുകൊണ്ട് മലയാളത്തിൽ തുടങ്ങില്ല. ഞാനിവിടെ വന്നപ്പം ഞാൻ മുകളിൽ ഇരുന്നപ്പോഴേ കേട്ടിവിടെ നല്ല സംഗീതമാണ്. അപ്പോൾ ഞാൻ ഷൗക്കത്തിനോട് ചോദിച്ചു എന്താ പരിപാടി, എങ്ങനെ ഈ സംഗീത ക്ലബ്ബ് ഉണ്ടായെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു യേശുദാസ് കാരണം ഭാവി മുരടിച്ചു പോയ കുറച്ച് ഗായകർ ഞങ്ങൾ ചേർന്നു തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോഴാണ് ചിത്ര കാരണം ഭാവി മുരടിച്ച കുറച്ച് പേരുടെ കൂടെ ചേർന്നു. അങ്ങനെ ഭാവി മുരടിച്ചവരുടെ ഈ കൂട്ടായ്മയിലേക്ക് എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് നമ്മുടെ ഭാവിയൊന്നും മുരടിച്ചിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ തന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ അമ്മമാരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ എടുപിടിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു രോഗമുണ്ട്, ഈ എല്ലാ ദിവസവും രാവിലെ എണീറ്റിരുന്നൊരു കവിത എഴുതുന്ന പരിപാടിയുണ്ട്. ഇപ്പം ഇടയ്ക്ക് ഈ സമയം സബ്ജക്റ്റ് കിട്ടാതെ വരുമ്പോൾ എഴുതുന്നതാണ് ഈ അമ്മയെക്കുറിച്ച്. ഞാൻ ഒരു 8-10 ഒരു ഒറ്റയടിക്കിട്ട് കൊടുത്തുന്നു. പുള്ളി അത് വായിച്ചപ്പോഴേ ബോധം കിട്ടില്ല എന്നേ ഉള്ളൂ. അമ്മയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എൻ്റെ അമ്മയായിരുന്നു. അതായത് ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മഹോപാധ്യായ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, 5 വർഷത്തെ കോഴ്സാണ് സംസ്കൃതത്തിൻ്റെ. അവിടെ കിടന്ന് മേഞ്ഞ് അവിടുത്തെ ഫസ്റ്റ് റാങ്കൊക്കെ ആയിരുന്നു. അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെയൊക്കെ വലിയ സമര പ്രഭാഷകയൊക്കെ ആയിരുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് അമ്മയ്ക്ക് ശേഷം ഇനി മറ്റാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാളും വലിയൊരു പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട് കൂടെ. കാര്യം അമ്മ എനിക്ക് പേടിയില്ലായിരുന്നു, അമ്മയോട് എനിക്ക് സ്നേഹമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടിയോട് പേടിയുണ്ട് സ്നേഹമുണ്ട്, ഇത് രണ്ടും കൂടെ ഒരു സമ്മിശ്ര കാര്യമാണ്. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ വനിതകളെല്ലാം കൂടെ പൊതുവെ പറയും സ്ത്രീ വിമോചനം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. എനിക്ക് മനസ്സിലായത് ഞങ്ങളല്ലേ സമരം ചെയ്യേണ്ടത്, നിങ്ങളാണോ? എല്ലാ ദൈവം അറിഞ്ഞു കൊടുത്തേക്കുന്ന നമ്മളൊക്കെ ആക്ച്വലി നിങ്ങളെക്കാളും ശാരീരികമായിട്ട് ഒരുപാട് കുറവുണ്ട്. ഞങ്ങളില്ലെങ്കിലും അടുത്ത ജനറേഷനെ സൃഷ്ടിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റും. നമുക്കതിനുള്ള കഴിവൊന്നും ഇല്ലേ. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ജനറേഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. പിന്നെ ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയുന്നത് അച്ഛനാന്ന് പറഞ്ഞാൽ ഓക്കെ അച്ഛനാണ്. നമ്മളെല്ലാം ഒരു അമ്മയുടെ എക്സ്റ്റെൻഡഡ് രൂപം മാത്രമാണ്. ആ പൊക്കിൾക്കൊടി ബന്ധം ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇനി ടെസ്റ്റ് ശിശു വേറെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു വരുമ്പം ശരിയാവുമായിരിക്കും. പക്ഷേ നോർമലി പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ അമ്മയുടെ ഒരു എക്സ്റ്റെൻഡഡ് രൂപം മാത്രമാണ് എല്ലാ ജന്മങ്ങളും നമ്മളെല്ലാവരും. അതുകൊണ്ട് അമ്മയുടെ സ്ഥാനം അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടായതും അതിനെ ഓർത്തുകൊണ്ട് ഈ ഒരു സംഗീത നിശ ഇവിടെ സംഘടിപ്പിച്ചതിനും എല്ലാവിധ ആശംസകളും. ഭാവി മുരടിച്ച നിങ്ങൾക്ക് ഇതേപോലുള്ള വേദികളിലൂടെ പുനർജന്മം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.